ഹായ് ഗൈസ്, വെൽക്കം ടു എ പുതിയ ദിവസം. പരിപാടി മാഷാഅല്ലാ ഒന്ന് റീച്ച് ആയപ്പോൾ നമുക്ക് നിന്ന് തീരാൻ നേരില്ല. രാവിലെ തന്നെ കുളിച്ച് മാറ്റി ഇറങ്ങി ഞാൻ. ഇനിയിപ്പോൾ എവിടേക്ക് ഇറങ്ങുകയാണെങ്കിലും ഇന്റെ മാനേജർ കം, ഇന്റെ ബോഡി ഗാർഡ് കം, ഇന്റെ ടൗസറിട്ട് കാലം മുതൽ ചങ്ങായി കം, ഇന്റെ ഷിബിൽ. ആദ്യം തന്നെ നമുക്ക് ഒരാളായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനും വേണ്ടി പോയി. ലിഫ്റ്റിത്തെ പാട്ടാണ്. ഞാൻ ഷിബിൽ റൊമാൻറ്റിക് ആവുന്നുണ്ട്. എനിക്ക് അറിയാത്തോണ്ട് ചോദിച്ചു, ഈ ലിഫ്റ്റിൽ എന്തിനാ എമ്മാതിരി അടിവയറ്റിൽ മഞ്ഞ് വീണ മരത്തോരെ പാട്ടിടുന്നത്? അങ്ങനെ റൊമാൻറ്റിക്കും കഴിഞ്ഞ ഒരു മീറ്റിംഗും കഴിഞ്ഞ് ഞങ്ങൾ നേരെ ലെൻസ്കാർട്ട് പോയി. എത്തിയ പാടത്തിനുണ്ട് അപ്പുറത്തെ വരെ ഉമ്മുക്കുൽസിന്റെ റൂമിൽ തലട്ടോക്കണ ഷിബിൽ അതിനുള്ളിൽ തലട്ട് വെക്കണം. സംഭവം കണ്ണ് ചെക്കിയാണ്. എന്നിട്ട് ഷിബിലിന് ഒരു കണ്ണാടി വാങ്ങിക്കാണ് നമ്മൾ നേരെ ഇറങ്ങിപ്പോയത്. എനിക്കൊരു സിം എടുക്കാൻ വേണ്ടിയിട്ട്. സിം എടുക്കാൻ പോയപ്പോൾ മൂപ്പരന്നെ പല്ലടിച്ചിട്ടൊന്നും കാര്യമില്ല മോനെ, പൈസ തന്നെ വേണം, എന്നാലും സിം വരുള്ളൂ. അങ്ങനെ വീണ്ടും ഒരു കൊറിയർ കാലം കൂടി വരവായി. എന്താ ചെയ്യ പ്രാവശ്യം കുറച്ച് വലിയ പെട്ടിണ്ട്. അവിടെ നിൽക്കി ഇതിലൊരു പെട്ടിയിൽ ഞാൻ ഓർഡർ ആക്കിയ കൂളിംഗ് ഗ്ലാസ് ഡിയാൻജിന്റെ ഈ എന്റെ മോനെ കിഡിലും പാക്കിംഗ് ആറ സൂപ്പർ സാധനം. അതേമാതിരി ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ ചെറിയൊരു പെട്ടി കാണിച്ചത്. അതിലെന്താ ഒരു കിഡിലും കിണ്ണങ്ങാച്ച് കിർമാണി വാച്ച്. ഇതിന്റെയൊക്കെ ബൾബ് നോക്കിയിട്ട് ഒരട്ടം സമയം നോക്കി പിന്നെ 2 ദിവസത്തിന് സമയം തന്നെ നോക്കണ്ട. ഇതൊന്നും ഞാൻ കണ്ട അടകോടെ പീടിന്ന് വാങ്ങിയതല്ല, ഫാഷൻ ഫാക്ടറിന്ന് വാങ്ങിയതാ മോനെ. തോനെ എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു. തോനെ പ്രോ മാക്സ് സാധനങ്ങൾ ഫാഷൻ ഫാക്ടറിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് മാണ്ടി എന്താ വാങ്ങിക്കോളൂ, പോലെ പെട്ടെന്ന് സാധനം ചേരും. ഏതായാലും ഇറങ്ങിയാലേ എന്നാൽ ആധാരത്തിന്റെ ഫോട്ടോ ഫിംഗർ പ്രിന്റ് ഒക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. പണ്ട് തുണി വെച്ചിട്ട് നടക്കുന്ന കാലത്തെടുത്ത ആധാരൊക്കെയാണ്. അതിന്റെ ഫോട്ടോ കണ്ടാൽ അതിന്റെ തിരിച്ചറിയ പോലും ഇല്ലപ്പോൾ. ഞാൻ പറഞ്ഞൊരു 100 ഫോട്ടോ മാറി എടുത്താലും വേണ്ട, നല്ല ഫോട്ടോ ആണെങ്കിൽ മാത്രമേ ഞാൻ കാര്യമുള്ളൂ. നല്ല എത്തപ്പത് ആധാരമാകുമ്പോൾ നമ്മൾ മറ്റോടത്ത് ആക്കിയിട്ട് ഒരു ഫോട്ടോ എടുക്കലുണ്ട്. ഇതെങ്ങനെ ഫോട്ടോ ഇനി മുതൽ എന്റെ ആധാരത്തെ ഫോട്ടോ ഇതേ കാരം. അങ്ങനെ ദിമുദ്രി ഏകമുദ്രി എല്ലാ മുദ്രയും പതിപ്പിച്ചാണ് അക്ഷയ സെന്ററിൽ നിന്നിട്ട് പോകുന്നത്. അത് കഴിഞ്ഞ് പള്ളിക്കാരി ഒരിടത്ത് ഇറങ്ങിയപ്പോൾ 4 ചെക്കന്മാരാണ് യോ ജസ്റ്റ് ഫോറിൽ സെൽഫി എടുക്കട്ടെ. ഞാൻ പിന്നെ സിദ്ദീഖ് പറഞ്ഞു കൊച്ചുങ്ങൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമ്മളെ സാധിച്ചു കൊടുക്കണം. പാവങ്ങളല്ലേ. പള്ളിക്കത്തെ നിസ്കാരം കഴിഞ്ഞ് പരിഗത്തെ പണ്ട് ഇന്നെ കിടുകിടാ വർപ്പിച്ചിന്റെ വാപ്പ, അതായത് ബലൊക്കെ വെല്ലിപ്പ കുട്ടികളപ്പം കിളുകിളുകളാറും കളിച്ചിരിക്കണം. പെങ്ങളെ മൂത്ത കുരിപ്പ് ഒരു ഉളുപ്പില്ല. അതിന്റെ മുന്നിൽ നിന്ന് ഫ്രൂട്ട് പിടിച്ചൊക്കെ എന്തോ ഒരു ക്ഷീണം മോനെ. ഉറങ്ങിയത് ഓർമ്മയുള്ളൂ എന്റെ മേ. പിന്നെ വാങ്ങൊടുത്തപ്പോൾ നീച്ചത്. എന്റെ ഒരു പെങ്ങൾ വീട്ടിലുള്ളത് കൊണ്ട് തന്നെ വിഭവ സമൃദ്ധ പലഹാരങ്ങളാൽ ഞങ്ങളുടെ തീന്മേശ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. നോമ്പർന്ന് എല്ലാ സാധനങ്ങളും ഓരോന്നോരോന്ന് തിന്ന് പെങ്ങളെ കുരിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തള്ളു. ഞാൻ നേരെ മേലെ പോയി നിസ്കരിച്ച്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. എന്താ ചെയ്യുക, എല്ലാവരും ദുആ ചെയ്യുക, ഫോളോ ചെയ്യുക.